തുടക്കം കണ്ടു. എനിക്കിതൊരു ഓക്കെ. ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു പടം. എനിക്കൊരു വേറെ ലെവൽ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ സ്റ്റിൽ നല്ല കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ്. എനിക്ക് ഈ സിനിമയിലൊരു മെയിൻ പ്രശ്നമായിട്ട് തോന്നിയത് ഇതിൻ്റെ ആ ഒരു സെക്കൻഡ് ഹാഫിലെ പോക്കാണ്. ഫസ്റ്റ് ഹാഫ് ഭയങ്കരധികം ത്രില്ലിംഗ് ആയി. ഭയങ്കര ഒരു ടെൻഷൻ ക്രിയേറ്റിംഗ് മൊമെൻ്റൊക്കെ കുറേ തന്നിട്ടായിരുന്നു ഫസ്റ്റ് ഹാഫ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ വേറെ ഏതോ വഴി കൂടെ പോയ പോലെയാണ് ഈ ഒരു പടം പോയത്. അതാണ് എനിക്കൊരു പിന്നെ അനാവശ്യമായിട്ടുള്ളൊരു ക്യാമിയോ. മോഹൻലാലിൻ്റെ മോളാണെന്ന് എല്ലാവർക്കും അറിയാം. ലാലേട്ടൻ്റെ മോളുടെ പേര് തന്നെയാണ് അത് വിസ്മയ മോഹൻലാൽ തുടക്കം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പടത്തിൻ്റെ പേര് തന്നെ കൊടുത്തിട്ടുള്ളത്. അല്ലാണ്ട് വെറും തുടക്കമല്ല. സോ ഈ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. പിന്നെ വെറുതെ വന്ന് ഈ ബാറ്റം കൊടുക്കുന്ന പോലെ കാണിക്കുക, അല്ലെങ്കിൽ ഈ അടുത്ത് ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, ഒരു പക്കാ നെപ്പോ പ്രൊപ്പഗണ്ട പോലെ ആക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല ഈ ഒരു പടത്തിൻ്റെ. അവിടെ ആ സീനുകൾ എത്തിയ സമയത്താണ് എനിക്ക് ഈ പടം അയ്യേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫീൽ വന്നത്. കാരണം ഈ ലാലേട്ടന് ഈ ഒരു പടത്തിൽ സ്പേസ് ഇല്ല. ഇത് കംപ്ലീറ്റ്ലി ഇൻ ആൻഡ് ഔട്ട് അവർ നന്നായിട്ട് ലാലേട്ടൻ്റെ മകളും ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മകനൊക്കെ നന്നായി പെർഫോം ചെയ്തിരിക്കുന്ന നല്ല നല്ല ഒരു ഒഴുക്കി പോയിക്കൊണ്ടിരിക്കുന്ന പടത്തിൽ ഒരു എന്താ പറയുക, വെറുതെ ഒരു കൊണ്ട് കല്ലിട്ട പോലെയാണ് എനിക്ക് ലാലേട്ടൻ്റെ ഒരു ഫീൽ ആയത്. കാരണം ഇറ്റ്സ് നോട്ട് എ മോഹൻലാൽ മൂവി. ഈ പടത്തിൽ അങ്ങനെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. മകളുടെ പടമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ കുറേ സമയത്ത് ഈവൻ പടം ഒരു എൻഡ് ചെയ്യുന്ന സമയത്തടക്കം നമുക്ക് ലാസ്റ്റ് കാണിക്കുന്ന പിക്ചർ ഈ സെറ്റപ്പാണ്. അതാണ് എനിക്ക് ഈ ഒരു പടത്തിൽ ഒരു വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. ആ ഒരു പടത്തിൻ്റെ ആ ഒരു ഒതൻറ്റിസിറ്റി ഉണ്ടല്ലോ, ആ ഒരു പടത്തിൽ ആദ്യം നമ്മൾ കണ്ടുവന്ന ആ ഒരു സാധനം കംപ്ലീറ്റ്ലി മിസ് ഔട്ട് ആയി പോകുന്ന ആ ഒരു സമയത്തായിരുന്നു എനിക്ക് പേഴ്സണലി അതുവരെ നല്ല എൻഗേജിങ് ആയിട്ട് കണ്ടുവരുന്നത്. ക്യാരക്ടേഴ്സിനെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഒരു പ്ലോട്ട് സെറ്റ് ചെയ്ത് ഒരു പ്രിമേസ് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു ഒഴുക്കി വന്നുകൊണ്ടിരുന്ന പടത്തിൽ ഒരു ഒരു എന്തോ കൊണ്ടുവന്ന് കലക്കിയ പോലെ ഒരു ഫീൽ. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇതിലെ ആക്ഷൻ ബ്ലോക്കുകളൊക്കെ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഈ പറയുന്ന പോലെ കുറച്ച് സമയത്തൊക്കെ നല്ല, പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ. സെക്കൻഡ് ഹാഫിൽ എനിക്ക് ഒരു ടെൻഷൻ ക്രിയേറ്റിംഗ് മൂവ്മെൻറ്റോ ഒരു എലിവേഷൻ സാധനമോ അങ്ങനത്തെ ഒന്നും തോന്നിയില്ല. മറ്റേത് ഒരു 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 ത്രില്ലറിൻ്റെ ഒരു വൈബ് ഉണ്ടായിരുന്നു. ആ രീതിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പടം അത് കംപ്ലീറ്റ്ലി പോയ പോലെയാണ് സെക്കൻഡ് ഹാഫിൽ. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളും ഇവരുടെ പെർഫോമൻസൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വില്ലൻ നല്ല സോൾ ഉള്ള നല്ലൊരു, നമുക്ക് കാണുമ്പോൾ നമുക്കൊരു പേടി വരുന്ന രീതിയിലുള്ള ഒരു വില്ലൻ ക്യാരക്ടറിനായിരുന്നു ഒരു ഇനീഷ്യലി സെറ്റ് ചെയ്ത് കൊണ്ടുവന്നുള്ളൂ. ദെൻ ഇതേപോലെ വേറെ കുറേ ക്യാരക്ടേഴ്സിന് അങ്ങനെ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെൻറ്റും പ്രിമേസ് എസ്റ്റാബ്ലിഷ്മെൻറ്റും ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പടത്തിൽ. പക്ഷേ ഒരു കംപ്ലീഷൻ കിട്ടിയില്ല. ഈ പറഞ്ഞ പോലെ സെക്കൻഡ് ഹാഫിൽ ഇങ്ങനത്തെ കുറേ ക്യാമിയോസ് കൊണ്ടുവരണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറേ സാധനങ്ങൾ ഈ പടത്തിൽ എനിക്കറിയില്ല അത് ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ആയത്. അതായത് സാക്രിഫൈസ് ചെയ്യപ്പെടേണ്ട കുറേ പോലെയൊക്കെ ആയിട്ട് ഫീൽ ചെയ്തത്. അതില്ലായിരുന്നെങ്കിൽ ഈ സാധനങ്ങളൊക്കെ ഒഴിവാക്കി കുറച്ചും കൂടി ഒന്ന് ട്രിം ചെയ്ത് ഒരു 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 2 മണിക്കൂറിന് താഴെയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഭയങ്കര എൻഗേജിങ് ആയ നല്ലൊരു പടമായിട്ട് മാറിയാനെ. സ്റ്റിൽ ഒരു വട്ടം ഒന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന റൈറ്റാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് ആ ക്യാമിയോ വന്നതിൽ പോയി എനിക്ക്. അത് അതുണ്ട് എന്നറിയാം. പക്ഷേ ആ ആ സ്ഥലത്ത് എനിക്ക് ആ ഒരു ഇമ്പാക്റ്റ് പടത്തിന് മുഴുവൻ പോയ പോലെയാണ് എനിക്ക് തോന്നിയത്. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. പക്ഷേ സ്റ്റിൽ ഓവറോൾ ഒരു മോശം പടം എന്നും ഞാൻ പറയില്ല. ഒരു വലിയ നല്ല പടം എന്നും പറയില്ല. ഒരു വട്ടം ഒന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ആവറേജ് എക്സ്പീരിയൻസ് വരുന്നൊരു പടം. കണ്ടു നോക്കുക. കണ്ടവരാണെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക.